ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓണ്ടർപ്രണേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെത്രത്തോളം കാര്യങ്ങളെ പഠിച്ച് മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കണം. അതായത് ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഓണ്ടർപ്രണേഴ്സ് വളരെ ആവേശത്തോടു കൂടി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. ബിസിനസ്സിലേക്ക് ഇറങ്ങി ബിസിനസ് ഇങ്ങനെ വളർന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കുറേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ കൂടുതൽ അവരുടെ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അപ്പോൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ഹെൽത്തും ഫാമിലിയും അവർക്ക് ലൂസ് ചെയ്യുന്നു. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇവിടെ ഈ ഒരു തരത്തിലേക്ക് പോകാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് എത്ര സമയമില്ലെങ്കിലും നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ഫാമിലിക്കും വേണ്ടി സമയം മാറ്റിവെച്ചേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളെ ആളുകളെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രൂപത്തിലാണ് തുടങ്ങുന്നത് നോക്കുക. ഇപ്പോൾ ഒരു 3 ആളുള്ളൊരു കമ്പനിയാണ് തുടങ്ങുന്നത്, 3 സ്റ്റാഫുള്ളെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്ത് അവരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് സമയം മാറ്റി വെക്കാൻ പറ്റും. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി സമയം മാറ്റി വെക്കാൻ പറ്റും. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അപ്പോൾ പേഴ്സണൽ വെൽബീയിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മളുണ്ടെങ്കിലേ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മളുണ്ടെങ്കിലേ ഈ മരം വളരുള്ളൂ. അപ്പോൾ അതിന് നമ്മളെ വളർത്തുക എന്നുള്ളതും നമ്മുടെ പേഴ്സണൽ ലൈഫിന് വേണ്ടി സമയം മാറ്റി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. അതായത് സെൽഫ് ഡെവലപ്മെൻറ്റ്, ഇത് ശരിക്കും ഒരു പ്രായമോ അല്ലെങ്കിൽ സമയമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർമ്മമേഖലയിൽ ഏത് സമയത്തും നമ്മൾ ചെയ്തേണ്ട ഒരു കാര്യമാണെന്നാണ്. അതെ. അതായത് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം. നമുക്ക് ഫാമിലിക്ക് വേണ്ടി സമയം കൊടുക്കാൻ പറ്റും, ഹെൽത്തിന് വേണ്ടി സമയം കൊടുക്കാൻ പറ്റും, നമ്മളെ ഹോബിക്ക് വേണ്ടിയൊക്കെ സമയം കൊടുക്കാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുന്നില്ല നോക്കാം. ഇത് രണ്ടും മാത്രമല്ല, നമ്മൾ ബിസിനസ്സിലും ഇത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടൊന്നും ആവില്ല, പക്ഷേ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടായിട്ട് തോന്നുകയാണ് പലതും. നമുക്കറിയാമല്ലോ, എത്ര വലിയ ജോലിയുള്ള ആളുകൾക്ക് 24 മണിക്കൂർ തന്നെ ഉള്ളൂ, എത്ര വലിയ പൊസിഷനിലുള്ള ആൾക്കും 24 മണിക്കൂറുള്ളൂ. അവരത് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റണം. അതിന് ചിലപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. പലപ്പോഴും നിലവിലുള്ള കാര്യങ്ങളെ അല്ല നമ്മളെ പുറകിലേക്ക് വലിക്കുന്നത്, കഴിഞ്ഞു പോയ കാര്യങ്ങളോ മുമ്പ് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ പുറകിലേക്ക് വലിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പഴയ കാര്യങ്ങളായിരിക്കും. ഇവിടെയൊക്കെയാണ് പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ക്ലിയർ ചെയ്ത് റെജുവിനേറ്റ് ചെയ്ത് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതെ, അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ബിസിനസ് ലൈഫിലായിക്കോട്ടെ, അവരുടെ മറ്റുള്ള പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, ഒരു പാഷനായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ നമുക്ക് സക്സസ് കാണാൻ പറ്റുന്നത്. ഈ പാഷൻ എന്നുള്ളതിലേക്ക് എത്തുക, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിനോട് നമ്മൾ കൃത്യമായ ആത്മാർത്ഥത വേണം. ഇപ്പോൾ ഈ പാഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒരുപാട് സമയം ചെയ്തിട്ടും നിങ്ങൾ തളരുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് യുവർ പാഷൻ. നിങ്ങൾക്ക് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദാറ്റ് ഈസ് യുവർ പാഷൻ. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ എക്സോസ്റ്റ് ആവുകയാണോ, അതല്ല നിങ്ങൾ ഊർജ്ജസ്വലരാവുകയാണോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പാഷനുമായിട്ട് കണക്റ്റഡ് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാഷനുമായിട്ടുള്ള കണക്റ്റ് ആയിട്ടുള്ളതിലേക്ക് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ വെറുതെ വീണ്ടും അതിൽ കിടന്ന് കളിച്ച് സമയം കളയുന്നതിനേക്കാൾ ഉപരിയായിട്ട് പാഷനിലേക്ക് മാറുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ. അതെ, ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഈ കോവിഡ് കാലം അല്ലെങ്കിൽ അതിനുശേഷം ബിസിനസ്സുകളുടെ രീതികൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, ടോട്ടലി മാറി. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട. പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ള കുറിച്ച് അവരുടെ ചിന്താഗതികളും മൈൻഡ് സെറ്റും എല്ലാം മാറ്റേണ്ട കാര്യം. പലപ്പോഴും ഇപ്പോഴും ആൾക്കാർ അതിൽ അജ്ഞരാണ്, അല്ലേ? ഒരു ട്രെയിനിങ് കേൾക്കാനോ അല്ലെങ്കിൽ ഇതിനുള്ളൊരു സമയം പോലും കണ്ടെത്താൻ അവർക്ക് പറ്റുന്നില്ല. എന്നാൽ അവർ ചെയ്യുന്ന ജോലിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാഷൻ ഒന്നായിട്ട് ചെയ്യുന്നതല്ല, നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോകുന്ന ഒരു കാര്യം. എന്നാൽ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അവരുടെ അവസരങ്ങളല്ലേ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ശരിക്ക് ഇപ്പോൾ ഒരു പല ബിസിനസ്സുകളും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും.
നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം. അതിലേക്ക് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഇല്ലാതെ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റമേ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ തന്നെ വേറൊരാളെ കൊണ്ടുവന്ന് ഈ പാഷനുള്ള ഒരാളായിട്ട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതല്ലാതെ ഞാൻ കുറേ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിൽ പാഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇമ്മീഡിയറ്റ് പോകുക എന്നുള്ളതാണ്. പിന്നെ അതിലേക്ക് പൈസ ഇറക്കി കളയാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അവിടുന്ന് കടം വാങ്ങിച്ചും ബിസിനസ്സിലേക്ക് ഇറക്കുന്നു. പിന്നെ പ്രോപ്പറായിട്ട് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വലിയ കടക്കെണിയിലേക്ക് പോകുന്നു. അപ്പോൾ അതിനേക്കാൾ ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അതിൽ ഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ടൈം വരുമെന്നില്ല, സംശയമില്ല. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്ന് മാറി നിൽക്കലായിരിക്കും ബെസ്റ്റ് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഡ്വൈസ്. മാറി ചിന്തിക്കുമ്പോൾ പുതിയ അവസരങ്ങൾ വരും. അതുപോലെ തന്നെ പാഷനുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളിലേക്ക് വരും. പിന്നെ എപ്പോഴും ബിസിനസ്സിൽ നിന്ന് ആളുകൾ ബിസിനസ് ചെയ്യുന്നത് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെന്നുള്ളൊരു കാര്യം, ഒരു ക്ലാരിറ്റി വേണം. ബിസിനസ് ചെയ്യുന്ന ലാഭം ഉണ്ടാക്കാനാണ്. ഈ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ലാഭം ഇന്നുണ്ടാവണം. അതോടൊപ്പം എന്ത് ചെയ്യണം, നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും പറ്റണം. അപ്പോൾ ഈസി ആയിരിക്കും ബിസിനസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.